ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ശരിക്കുമുള്ള ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചവർ അവർ എന്താണ് വിചാരിക്കുന്നത്, അവരുടെ ഒരു തീരുമാനം എന്താണ്, എന്ത് ഇൻറ്റൻഷനോട് കൂടിയാണ് അവർ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നു ആ ഒരു സമയത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണം. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ഈ ഒരു പേഴ്സൺ വളരെ ഒരു സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അവർ യാതൊരു ആക്ഷനും എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അവരെ ശരിക്കും തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയോടുകൂടി ഒരു മറുപടി നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല. അവർ സൈലൻ്റ് ആയിട്ടിരിക്കും. നിങ്ങളെ ചിലപ്പോൾ ഫേസ് ചെയ്യാതെ മാറി നിൽക്കും. ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്റ്റിൽ നിങ്ങളെ ആക്കിയിട്ടുണ്ടാവാം. അതായത് എന്ത് ചെയ്താലും ഈ ഒരു പേഴ്സൺ മിണ്ടാത്തൊരവസ്ഥയാണല്ലോ. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ മുഖം തരാതിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മനഃപൂർവ്വമായിട്ട് ഈ ഒരു പേഴ്സൺ ആ ഒരു ഒളിഞ്ഞു മറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. വലിയ കാര്യത്തിലുള്ള ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും നിങ്ങൾ തമ്മിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കൂടുതലും ഈ ഒരു പേഴ്സൺ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന, ഒരു മുഖം തരാതെ മുങ്ങി നടക്കുന്ന ഒരവസ്ഥ. നിങ്ങളിപ്പോൾ ഒരു ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ ഒരു ലെസ് കോണ്ടാക്ട് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറി പോവുക, മാക്സിമം പിടി തരാതെ ഈ ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നുണ്ടാവാം. അതിൻ്റെ ഒരു കാര്യം എന്താണ് എന്ന് നമ്മളിവിടെ നോക്കുമ്പോൾ ഇവർക്ക് തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു ധാരണയില്ല. അപ്പൊ സ്വന്തമായിട്ട് നമുക്ക് എന്താണ് ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഞാൻ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു ധാരണ ഇല്ലാതെ വരുമ്പോൾ മൊത്തത്തിൽ അവർ കൺഫ്യൂസ്ഡ് ആയി പോകും. അല്ലെങ്കിൽ ആകെ ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ് അവരുടെ മനസ്സിനുള്ളിൽ നടക്കും. അപ്പോൾ മനസ്സിനകത്ത് എത്ര തന്നെ കൂട്ടിയാലും കുറച്ചാലും ഒരു ഉത്തരം കിട്ടാത്തത് പോലത്തെ ഒരു അവസ്ഥ അതിവിടെ നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി മറ്റൊരു കാര്യത്തിൽ കൂടി ഇതേ സമയം ഇൻവോൾവ് ആകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ഒരേപോലെ കൊണ്ടു നടക്കാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്ര വലിയൊരു പ്രയോറിറ്റി അവർ തരുന്നില്ല, പക്ഷെ മറ്റേതോ ഒരു കാര്യത്തിലേക്കാണ് അവർ കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കും അങ്ങനെയാണ് തോന്നുന്നത്, അവർ നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരാതെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുടെ പുറകെ പോകുന്നു. അത് മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കാം. അപ്പോൾ അതിനകത്തൊക്കെ കൂടുതലൊരു ഇൻവോൾവ്മെന്റ് അവർ കൊടുക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം മൗനമായിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നു. ഇവിടെ ഒരു മൂഡ് എനർജിയും നമുക്ക് കാണാം. അതായത് ഒരു മെന്റൽ സ്റ്റക്നെസ് ഈ ഒരു പേഴ്സൺ ഉണ്ട്. ഒരു കാര്യത്തിനും ഒരു ക്ലാരിറ്റി ഇല്ല. ഒരുപാട് സീക്രട്സ്, മിസ്റ്ററീസ് ഒക്കെ ഈ ഒരു പേഴ്സന്റെ മനസ്സിനകത്ത് ഉണ്ട്. ഒന്നും ഷെയർ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് സീക്രട്സ് ഇപ്പോൾ ഈ ഒരു വ്യക്തി സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകിച്ച് ഒരു ആക്ഷൻ എടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ മുന്നോട്ട് പോവാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ടൊരു മറുപടി തരാനോ കഴിയാത്തത് കൊണ്ടാണ് ഇവർ ഈ പറഞ്ഞതുപോലെ ഒരു മുഖം തരാതെ മാറി നിൽക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്. നമുക്ക് ഉത്തരമില്ലാത്തപ്പോൾ ഏറ്റവും നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ മുഖം മൂടി മാറി നിൽക്കുക, മുഖം തരാതിരിക്കുക, മുന്നിൽ പെടാതിരിക്കുക, സൈലന്റ് ആയിട്ടിരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അതായത് പോസിറ്റീവും ഇല്ല നെഗറ്റീവും ഇല്ല, ഒന്നും പറയാനില്ല, ന്യൂട്രൽ ആയിട്ട് നിൽക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ചിന്താഗതിയിൽ എന്തായിരിക്കും ഇങ്ങനെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, അവരുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് ചിലപ്പോൾ പല രീതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞ് വന്നേക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമുക്ക് ഈ ഒരു പേഴ്സണെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഒരു പേഴ്സൺ
എല്ലാ കാര്യങ്ങളും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ കാര്യങ്ങൾ ബാലൻസ് ആവാനായിട്ട് ഈ ഒരു പേഴ്സന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലാവാനായിട്ട് അവർ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളുണ്ട്. ആ ഒരു ചോയ്സ് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വശത്ത് മറ്റൊരു സംഗതി, അവരുടെ ഒരു റിലേഷൻഷിപ്പോ ഫാമിലിയോ എന്ത് വേണമെങ്കിലും ആവാം. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊണ്ടു നടക്കേണ്ട എന്തോ ഒരു കാര്യം കൂടി അപ്പുറ വശത്തുണ്ട്. അപ്പോൾ രണ്ട് വശത്തും ഒരേപോലെ പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഒരേപോലെ കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല. അപ്പൊ ആ ഒരു കാര്യം കൊണ്ടാണ് ഇവർ നിങ്ങളുടെ അടുത്തേക്കാണെങ്കിലും ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഹോൾഡ് ചെയ്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ഇവർ നിങ്ങളോട് നോ പറയുക, അല്ലെങ്കിൽ എനിക്ക് ഈ റിലേഷൻഷിപ്പ് താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ എന്നൊന്നും ഇവർ പറയാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. കാരണം ഇവർക്ക് നിങ്ങളെ വേണം. അപ്പോൾ നിങ്ങളെ പറഞ്ഞ് ഒഴിവാക്കി വിടാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കാത്തത് അതുകൊണ്ടാണ്. എന്നാൽ പല കാര്യങ്ങളും തുറന്നു പറയാനായിട്ടും ഇവർക്ക് പേടിയുണ്ട്. അപ്പൊ ആ ഒരു ഫിയർ ഈ ഒരു പേഴ്സൺ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളോട് ചില കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ വഴക്കിട്ട് പോകുമോ, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള കാര്യം കൊണ്ടായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, രണ്ട് ഫെമിനിൻ എനർജീസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മെയിൻ ഫീമെയിൽ എന്ന് പറയുന്നില്ല, ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ മസ്കുലിൻ എനർജി ആണെന്നുണ്ടെങ്കിലും ഫെമിനിൻ എനർജി ആണെന്നുണ്ടെങ്കിലും മെയിലിന് മാത്രമേ മസ്കുലിൻ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഫീമെയിലിന് മാത്രമേ ഫെമിനിൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം ആ ഒരു എനർജീസ് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും മസ്കുലിൻ എനർജീസ് കൂടിയ വ്യക്തികളുണ്ട്, നേരെ തിരിച്ചും വരാം. അപ്പോൾ ഇപ്പൊ നമ്മൾ ഇവിടെ കാണാനായിട്ട് ഈ ഒരു സ്പ്രെഡിനകത്ത് കഴിഞ്ഞിരിക്കുന്ന രണ്ട് ഫെമിനിൻ എനർജീസ് ആണ്. അപ്പോൾ രണ്ട് എനർജീസിന്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ അതിനകത്ത് കിടന്ന് പിടാപ്പേട് വിടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്കുള്ള ഒരു ഓട്ടമാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഹൈഡ് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയെ പേടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നതും അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത ആരെങ്കിലും ആയിരിക്കാം. അപ്പൊ ചിലവരെ സംബന്ധിച്ച് അതൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ചിലവര് അവരുടെ ഫാമിലിയുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കാം, അവരുടെ അമ്മയോ സഹോദരിയോ, അല്ലെങ്കിൽ അതുപോലെ അവർ അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നടക്കുന്ന ഏതെങ്കിലും വ്യക്തികളായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണ് രണ്ടും വേണം എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇവർക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയാത്തത്. ഇപ്പോൾ നിങ്ങളെ വേണം എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളിലേക്ക് മാത്രം വന്നാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയെ വേണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടിയിലേക്ക് മാത്രം പോയാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു പേഴ്സൺ നിങ്ങളെയും അവരെയും ഒരുപോലെ വിട്ട് കളയാതിരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് കളയാൻ അവർക്ക് കഴിയുന്നില്ല, അതുപോലെ തന്നെ ഒരു പേഴ്സണെയും വിട്ട് കളയാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇത്തരത്തിലൊരു സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം ഇവർക്കുണ്ടാകുന്നത്. അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 8 ഓഫ് സോർഡ്സിന്റെ എനർജി നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതും ഒരു സ്റ്റക്കാണ്. ആ ഒരു പേഴ്സൺ തന്നെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. രണ്ടും കളയാൻ വയ്യ, അല്ലെങ്കിൽ രണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം, എന്നാൽ ഒരു വശത്തേക്ക് പോകുമ്പോൾ മറ്റൊരു വശത്ത് പ്രയോറിറ്റി ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് മറച്ചു വെച്ചിട്ട് ആണ് ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു പ്രഷർ ഉണ്ടാവും. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചു. അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്നുള്ള ഒരു പ്രഷർ ഉണ്ടാവും എപ്പോഴും. ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയുന്ന വ്യക്തിയാണ് ആ ഒരു തേർഡ് പാർട്ടി എങ്കിൽ അവിടെ നിന്നും ഈ ഒരു പേഴ്സൺ ഇതേ ഒരു പ്രഷർ അനുഭവിക്കുന്നുണ്ടാവും. ഇതിലേക്ക് വരാൻ കഴിയാത്ത രീതിയിലുള്ള ആ ഒരു കെട്ടുപാടിലായിരിക്കാം ആ ഒരു വ്യക്തി. അപ്പൊ ഇതിലേക്ക് എന്തായാലും വിടില്ല എന്നുള്ള ഒരു എനർജി അവിടെയും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഒരുപാട് നമ്മൾ പറയാ, കള്ളങ്ങളൊക്കെ പറയാനുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ഒളിച്ചു വെച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇവർക്ക് നേരായ വഴിയിലൂടെ പോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് എടുത്തു കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷെ കുറിച്ചൊരു പവറൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആകാനുള്ള ഒരു സാധ്യതയുണ്ട്, വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു പേഴ്സൺ ആയിരിക്കും. അതായത് ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ മറച്ചു വെച്ച് കഴിഞ്ഞാലും എങ്ങനെയെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു പവർ ഉണ്ട്, അല്ലെങ്കിൽ ചില ഇൻഡ്യൂഷൻസ് നിങ്ങൾക്ക് വരും.
എത്ര കള്ളങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കാണിച്ചു കഴിഞ്ഞാലും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ള സ്പെഷ്യൽ കഴിവുള്ള ഒരു പേഴ്സൺസ് ആയിരിക്കാം. ഒരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഒരു ദൈവാധീനം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതുപോലെ കുറച്ച് ഒരു ഇൻറ്റ്യൂഷൻസ് ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തികളുടെ അടുത്ത് ഇടപഴകുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തൊക്കെ ഒളിയും മറയും അവരോട് ചെയ്തു കഴിഞ്ഞാലും എങ്ങനെയെങ്കിലും ഒക്കെ ആ ഒരു പേഴ്സൺ വിചാരിച്ചിട്ടല്ല എന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും സത്യങ്ങൾ അവർക്ക് അറിയാനുള്ള ഒരു അനുഗ്രഹം ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒളിച്ചു വെച്ച് ഈ ഒരു മറച്ചു വെച്ചൊക്കെ ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്കത് മുന്നിൽ ചിലപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം ഒരു അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെയും ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വളരെ ഒരു ബോൾഡ്നെസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യക്തിയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. വളരെ കൂടുതലാണ് അങ്ങനെയുള്ളൊരു സാധ്യത. അപ്പോൾ തീർച്ചയായിട്ടും അവരും ചിലപ്പോൾ അവരുടെ ഒരു റിയൽ ഫേസ് ആയിരിക്കില്ല ശരിക്കും കാണിക്കുന്നത്. ഈ ഒരു പേഴ്സൺ അവരുടെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ അത്രയും സ്നേഹത്തോടു കൂടി നമ്മൾ എന്താ പറയുക, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഇടപെടലൊക്കെ ആയിരിക്കാം ഈ ഒരു പേഴ്സണോടുള്ളത്. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അവിടെ ഇവിടെ ഇല്ലാത്ത ഒരു രീതിയാണ്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇവർക്കുള്ളത്. അപ്പോൾ കൂടുതലും ഇവരിപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി എനർജിയിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്. നിങ്ങളോട് ഒളിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മിണ്ടുന്നുണ്ട്. നിങ്ങളോട് ചില സീക്രട്സ് ഒക്കെ അവർ മറച്ചു വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവിടെയും അവർക്കൊരു സ്വസ്ഥതയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലാണ്, ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഒട്ടും ഒരു മാനസിക സ്വസ്ഥത ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവിടെ ഇരിക്കുമ്പോഴും അവരുടെ മനസ്സിനകത്ത് മുഴുവൻ ആകെ ഒരു ശ്വാസം മുട്ട്, അല്ലെങ്കിൽ നമ്മളിവിടെ പറയുന്നത് പോലെ ആ ഒരു മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥയൊക്കെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു സ്ട്രഗിളിൽ പെട്ട് ഇങ്ങനെ കടന്ന് കറങ്ങുന്ന ഒരവസ്ഥയാണ് അവർക്കുള്ളത്. അതായത് മറച്ചു വെച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോലും സ്വസ്ഥമായിട്ട് ഇരിക്കാനായിട്ട് കഴിയുന്നില്ല. ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ചില കള്ളത്തരങ്ങൾ ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടാതെ ഇരിക്കാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന അവർക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടും ഇവർക്കൊരു സമാധാനമില്ല. അപ്പോൾ ആ ഒരു എനർജി നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് യാതൊരു വിധത്തിലുള്ള ഒരു സ്വസ്ഥതയില്ല. അവരുടെ ഒരു മൈൻഡിൽ തന്നെ ഒരുപാട് മെന്റൽ കോൺഫ്ലിക്ട്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു എനർജി തന്നെയാണ്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴും ഈ ഒരു പേഴ്സൺ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു പാസ്റ്റിൽ നിന്ന് വിട്ടു പോന്നിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചെയ്തതിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിൽ അവർക്ക് ഒരുപാട് ദുഃഖമുണ്ട്. അതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇവരുടെ ഒരു ഇന്റൻഷൻ ആണല്ലോ ഇവിടെ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വിട്ടുകളയാൻ യാതൊരു ഉദ്ദേശവും ഈ ഒരു പേഴ്സൺ ഇല്ല. അത് ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അവര്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളോട് അവര് ഒരു നോ പറയാത്തതോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ തരാത്തതോ ഒക്കെ നിങ്ങളെ വിട്ടുകളയാൻ കഴിയാത്തത് കൊണ്ടാണ്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കിവിടെ കാണാം. പക്ഷെ അതേസമയം തന്നെ ഇവിടെ ഈ ഒരു 2 ഓഫ് പെന്റിക്കിൾസിന്റെ കാർഡ് വന്നിരിക്കുന്നത്, അതായത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഒരുപാട് അങ്ങ് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊന്ന് കൈപ്പിടിയിലായെങ്കിൽ, ഒന്ന് കൺട്രോളിൽ വന്നിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവർക്കുള്ളതെന്ന് കാണുന്നത്. അപ്പോൾ കൂടുതലും ഇവിടെ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ ഈ ഒരു പറയുന്നതുപോലെ 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങൾ എത്ര വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാലും, അല്ലെന്നുണ്ടെങ്കിൽ ഏത് തേർഡ് പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളെ വിട്ട് പോകാനായിട്ട് ഈ പേഴ്സണ് കഴിയില്ല. ഇതിലേക്ക് തന്നെ അവർ വീണ്ടും കയറി വരുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടിയുടെ ഒപ്പമാണെന്നുണ്ടെങ്കിലും അവിടെയും ഒരു സ്വസ്ഥതയില്ല. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്തകളും ഓർമ്മകളുമാണ്. അപ്പൊ ആ ഈ ഒരു പേഴ്സൺ കൂടുതൽ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പൊ ഇവർ ചിന്തിക്കുന്നത് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അതായത് നിങ്ങളെ അവരുടെ ലൈഫിൽ ഉൾപ്പെടുത്തണം, പക്ഷെ ആ ഒരു തേർഡ് പാർട്ടിയെ വിട്ടുകളയണം എന്നുള്ള ഒരാഗ്രഹം നമുക്കിവിടെ പറയാനായിട്ടും കഴിയുന്നില്ല. കാരണം ഇവിടെ ആ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ടുകളയാനായിട്ട് ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. പകരം നിങ്ങളും അവരുടെ ലൈഫിൽ വേണം,
നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒരു പ്രയോറിറ്റി തരണം. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിൽ പോകാനായിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു പക്ഷേ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഒരു ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ ഫാമിലിയിൽ ഉള്ള വ്യക്തിയോ അങ്ങനെയൊക്കെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയധികം അതിനകത്ത് വിഷമിക്കാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലിയുള്ള വ്യക്തിയെ ചിലപ്പോൾ എല്ലാവർക്കും ഉപേക്ഷിച്ച് കളയാനോ തള്ളിക്കളയാനോ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെയും അവരെയും ഒരുപോലെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും ഒരേ ഒരു രീതിയിലുള്ള കെയർ സപ്പോർട്ടൊക്കെ തന്ന് മുന്നോട്ട് പോകണം, ഒരു പ്രയോറിറ്റി തന്ന് പോകാനായിട്ട് കഴിയണം എന്നുള്ളൊരു ചിന്താഗതിയാണെന്ന് പറയുക. അപ്പൊ അതേസമയം ഇതൊരു മറ്റൊരു റിലേഷൻഷിപ്പും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രയോറിറ്റിയും കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാലും ആരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമില്ല. ഒരു റിലേഷൻഷിപ്പിനകത്ത് മറ്റൊരു വ്യക്തിയെ കൂടി കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കൂടി അതിനകത്ത് ഇൻവോൾവ് ചെയ്യാനായിട്ട് ആരും സമ്മതിക്കുന്ന ഒരു കാര്യമില്ല. എല്ലാവരും ആ ഒരു കാര്യത്തിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി ആരാണ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുക, എന്താണ് ആരാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി എന്നുള്ളത്. അപ്പോൾ ഫാമിലി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ്സ് തരാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടി ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ, ഒരു ക്ലാരിറ്റി ഒക്കെ തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 3 ഓഫ് കപ്സിന്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അവിടെയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ്. ഇതിനകത്ത് നമ്മൾ കൂടുതലും ആ ഒരു 3 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് ഒരു കമ്പാനിയൻഷിപ്പ് വേണം എന്നുള്ള രീതിയിൽ പറയാനായിട്ട് പറ്റും. എല്ലായിടത്തും സന്തോഷമായിട്ട് പോകണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സന്റെ എനർജി, ഇതിപ്പോൾ ആരുടെ പേഴ്സണിന്റെ എനർജി ആണ് വരുന്നതെങ്കിലും ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് അവരൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ലൈഫിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ അടുത്ത് വലിയൊരു അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ ഒന്നും കാണിക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ അവർക്കുള്ളത്. അത് കാണിക്കാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് രഹസ്യങ്ങൾ അവർക്ക് മനസ്സിലുണ്ട്, അല്ലെങ്കിൽ തുറന്നു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനായിട്ട് അവർക്ക് പേടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ മുഖം തരാതെ മാറി മാറി നടക്കുന്ന ഒരു പേഴ്സന്റെ ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ മനസ്സിനകത്ത് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ്. ഒരു പക്ഷെ അങ്ങനെ അവരുടെ കയ്യിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ചിലപ്പോൾ അവർ അതിനുള്ള പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ ഒരു രണ്ട് റിലേഷൻഷിപ്പും ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചതിന് ശേഷം നിങ്ങളോട് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമുക്കിത് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളെ ഒന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് നോ കോണ്ടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു അതേ സെയിം പ്രയോറിറ്റി തന്ന് മുന്നോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങളും വേണം, നിങ്ങളും അവരുടെ ലൈഫിൽ ഒപ്പം ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. ഇപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഖം തരാതെ മറ്റൊരു സിറ്റുവേഷനിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അവർക്ക് അവിടെ ഒരു സ്വസ്ഥതയില്ല. അതായത് മനസ്സിനകത്തുണ്ടാകുന്ന കുറ്റബോധങ്ങളും കാര്യങ്ങളും ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ അങ്ങനെ ആ ഒരു പേഴ്സണൊരു തോന്നലൊക്കെ വരുന്നത്. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ ചിലപ്പോൾ ഒരു ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ആ ഒരു പേഴ്സണ് വിട്ടു വരാൻ കഴിയാതെ, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ കഴിയാതെ നിൽക്കുന്നതുമാകാം. ചിലപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായാലും നമുക്ക് സാധ്യത പറയാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളുടെ അടുത്ത് വരണം എന്നുള്ള ആ ഒരു ആഗ്രഹം അവർക്ക് നല്ല രീതിയിലുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയും വാല്യുബിൾ ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങളോട് അവരത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് പ്രിയപ്പെട്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം എന്നൊക്കെ പറയുന്ന പോലെയാണ് നിങ്ങൾ ഈ ഒരു ബന്ധം, അല്ലെങ്കിൽ വളരെ പ്രീഷ്യസ് ആയിട്ടാണ് നിങ്ങൾ ഇത് കാണുന്നത്. നിങ്ങൾക്ക് അത്രയും ഒരു സാധാരണ രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാഷനേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു സെക്ഷുവലി അല്ലെങ്കിൽ കാര്യങ്ങൾ കാണാനായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊന്നുമല്ല നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കാണുന്നത്. തികച്ചും ആ ഒരു ദൈവികമായിട്ടുള്ള നിലയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ അത്രയും പ്രിയപ്പെട്ട ഒരു സംഗതിയായിട്ടായിരിക്കാം, ഒരു കാര്യലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ
അത് അവർക്ക് നല്ലതുപോലെ അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ അവരുടെ മനസ്സിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളെ ഒന്ന് ഹോൾഡ് ഓൺ ചെയ്ത് നിർത്തണം എന്ന് അവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ കൂട്ടാനായിട്ട് ആ വ്യക്തിനെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എനർജികളാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഫൈനലായിട്ട് നോക്കുമ്പോൾ ഓൾറെഡി ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു പേഴ്സന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളോട് അകന്നു നിൽക്കുകയാണ്, അല്ലെങ്കിൽ മുഖം തരാതെ നിൽക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ആൻസറുമായിട്ട് മുന്നോട്ട് കടന്നു വരണം, അല്ലെങ്കിൽ നിങ്ങൾക്കും ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് തരണം, അവരുടെ ലൈഫിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് നിങ്ങളെയും കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് അവർക്കുള്ളത്. ലൈഫിൽ നിങ്ങളും ഉണ്ടെങ്കിൽ അവർ ഒരു സാറ്റിസ്ഫൈഡ് ആകാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അവർ തിരിച്ചറിയുന്നത്. എങ്കിലും നമുക്ക് ഒരു കറക്റ്റായിട്ടും ഈ ഒരു സംഭവങ്ങൾ, ഈ ഒരു വിഷമങ്ങൾ, ഈ ഒരു അവസ്ഥകൾ മുഖം മറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് ഒഴിഞ്ഞു മാറിയൊക്കെ നിൽക്കുമ്പോൾ വളരെയധികം വേദനകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് തരണം ചെയ്ത് പിടിച്ചു നിൽക്കാനായിട്ട് നിങ്ങളും ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കണം, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കണം എന്നുള്ള ഒരു ഇന്റൻഷനും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് മെയിനായിട്ടും അവരുടെ ഇന്റൻഷനായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങളെ കൂടത്തിൽ നിർത്തണം, അതുപോലെ അവർ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടത്തിയെടുത്ത് നിങ്ങൾക്കൊരു നല്ല കമ്മിറ്റ്മെന്റ്സ് തരണം എന്നത് തന്നെയാണ് അവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. അതൊക്കെ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്ക് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ഫെബ്രുവരി മന്ത് ആണ് ഇത് കിട്ടുന്നത്. 2000 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ 2005 ലെറ്റർ എൽ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒക്ടോബർ മന്ത്, 2 months എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. അതുപോലെ ബ്യൂട്ടിഫുൾ ഐസ്, നിങ്ങളുടെ വ്യക്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ എന്തെങ്കിലും പ്രത്യേകതമുള്ള മനോഹരമായ കണ്ണുകളായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള കണ്ണുകളാകാനുള്ള ചാൻസ് ഉണ്ട്. കുക്കിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 51, 1985, നമ്പർ 50, നമ്പർ 45, ലെറ്റർ ജെ, നമ്പർ 40, എറണാകുളം ജില്ല, സെൻസിറ്റീവ്, തിരുവനന്തപുരം ജില്ല, ക്രേസി, പർപ്പിൾ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളറ്. സോഷ്യൽ വർക്കർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. 1978 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 33 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 13, അതുപോലെ 1984, 1976, ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 48, നമ്പർ 36, അതുപോലെ 2 days എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ് വീണ്ടും നമുക്ക് കിട്ടുന്നത്. ലെറ്റർ സി ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമ്പർ 28 കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഈസ് നമ്പർ 35 ആണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്.